എന്തായാലും എനിക്ക് കുറച്ച് നാൾ കൂടിയിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് കിട്ടിയൊരു കഥാപാത്രങ്ങളിൽ പെട്ടു തന്നെ പടങ്ങളാണ്. ഇന്ന് രാവിലെ കൂടി ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോടു കൂടി പറയുന്നത് സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ മെഡിക്കൽ കോളേജ് ഇവിടെ ഒരു പ്രോഗ്രാമിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് പെട്ടെന്ന് അറിഞ്ഞത് അല്ലേ? കഴിഞ്ഞ ദിവസം അറിഞ്ഞു. അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇതിന്റെ കോർഡിനേറ്ററിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ ഇതായിട്ട് പറഞ്ഞു, അതെ ക്രൗഡ് കുറച്ച് കുറവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 50 പേരുണ്ടോ എന്ന് ചോദിച്ചു. 50 പേര് കൂടുതലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഒരു 5000 പേരോളം ഓൾറെഡി. ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഒരു ക്യാമ്പസിനകത്തുള്ള ഒരു ജീവിതത്തിന്റെ വേറൊരു രീതിയിലുള്ള കാഴ്ചയാണത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഡയറക്ടറിന്റെ ഒരു വേറൊരു വിഷനാണ് അത്. നിങ്ങൾ എന്തായാലും രസിപ്പിക്കും. നിങ്ങൾക്ക് എന്തായാലും ഈ കാലത്തിൽ നിങ്ങൾ ഇതുപോലെ സിനിമ കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ട്രെയിലറിൽ നമ്മൾ സിനിമയുടെ ഒരു സ്വഭാവം കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതല്ല, അതൊക്കെ മേലെ എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ ആ സിനിമയിൽ മൊത്തത്തിലുണ്ട്. സന്ദീപാണെങ്കിൽ സുരാജാണെങ്കിൽ ഇവരുടെ അരുണിന്റെ സാബോയ്, പിന്നെ അരുൺ പ്രദീപ്, ഇവരുടെ പൂജ, നിരഞ്ജൻ, എല്ലാവരും ക്യാരക്ടേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരവസ്ഥ ഒരു കോളേജിൽ സംഭവിക്കുന്ന, ഒരു കോളേജിൽ അങ്ങനെ ഒരു അവസ്ഥ സംഭവിക്കുന്നു നമ്മൾ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ ഒരു കോളേജിൽ സംഭവിക്കുന്നു. അപ്പൊ അത് മൊത്തത്തിൽ നല്ല വ്യത്യസ്തമായ സിനിമ. അവധിക്കാലമായതുകൊണ്ട് ഒരുപാട് കോളേജിലൊന്നും പോകാൻ പറ്റിയില്ല പ്രൊമോഷന്റെ ഭാഗമായിട്ട്. പക്ഷെ ഈ ഒരു ഒറ്റ കോളേജ് കൊണ്ട് ആ വിഷമം എനിക്കിത് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് കാണുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത്, ഞാൻ ഇവിടെ BMC-യിലാണ് പഠിച്ചത്. അപ്പം ഞാൻ പഠിച്ച സമയത്ത് ഇതേപോലെ ഒരു ഫിലിമിന്റെ പ്രൊമോഷൻ വന്നപ്പോൾ ഒരു ആക്ടർ വന്നിട്ട് നിങ്ങളെല്ലാരും എന്റെ പടം കാണില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബാക്ക് ചെയ്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പടത്തിനെ കുറിച്ച് 2 വാക്ക് നല്ല പറയേണ്ടി വന്നിട്ടുണ്ട് സ്റ്റേജിൽ കയറി. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര പ്രാക്ടീസ് ആണ്. അപ്പൊ ഈ പടം ആക്ച്വലി നമ്മൾ 4 പഠിക്കുന്ന പിള്ളേരുടെ പടമാണ്. അതായത് ഫ്രണ്ട് ബെഞ്ചേഴ്സ് ആണ്. അപ്പൊ ഭയങ്കര സാധാരണ പഠിക്കുന്ന പിള്ളേരുടെ പടമാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അടിപൊളി പരിപാടികളുണ്ട് ഈ പടത്തില്. പിന്നെ ഇതിൽ ഇവിടെ വരാൻ പറ്റാത്ത സാബോയ്, അരുൺ പ്രദീപ്, സന്ദീപ്, അവരൊക്കെ ഭയങ്കര അടിപൊളി പരിപാടികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് കോളേജിൽ ഷൂട്ട് ചെയ്തൊരു പടമാണ്. എനിക്കൊന്ന് കണ്ണാടി വേണ്ട, അത്രേ ഉള്ളൂ. അപ്പം 8-ാം തീയതി നിങ്ങൾ വരിക, കാണാൻ എല്ലാവരും. സ്പ്രെഡ് ദ വേർഡ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും പടം കാണാൻ വരില്ലേ? ഒത്തിരി വിഷമമുള്ള ഒരു കാര്യമാണ്. പ്രൊഡ്യൂസർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഈ നിങ്ങൾ ഇത്രയും പേർക്ക് 150 ടിക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ടിക്കറ്റ് ഫ്രീ ആയിട്ട്. ചേച്ചി, ഈ പടക്കം എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ലൈഫില് ആദ്യമായിട്ടുള്ളൊരു ഡിഫറൻസ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്ന് എന്താണ് പടക്കളത്തെ വ്യത്യസ്തമാണ്? നമ്മളെല്ലാവരും അറിയാനായിരുന്നു ചെയ്ത എല്ലാ സിനിമയിൽ നിന്നും നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് പടക്കം. സാധാരണ മിക്ക സിനിമകളിൽ ഞാൻ
ഞാനാണ് ഭയങ്കര ഓവറാക്കുന്നത്. പക്ഷെ ഇതിൽ ആ ഒരു വ്യത്യാസമുണ്ട്. എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. ഞാൻ ഇതിന്റെ കൂടെ സട്ടിലായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടിയ ഒരു സിനിമയാണ്. ഇത് മാത്രമല്ല, ഇതിന്റെ പുറകില് ഇതിന്റെ സംവിധായകനാണെങ്കിൽ നിങ്ങളെ പോലെ വളരെ ചെറുപ്പക്കാരനായ നമ്മുടെ സ്വന്തം മനുവാണ്. ഇപ്പൊ ബേസിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു മനു. മനുവിനെ ബേസിൽ വിശേഷിപ്പിക്കുന്ന ഗൂഗിളിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആരോട് ചോദിക്കും എന്ന് ചോദിച്ചാൽ ഗൂഗിൾ ചിലപ്പോൾ മനുവിനോട് ചോദിക്കും എന്ന് പറയുന്ന രീതിയിലുള്ള ഇന്റലിജന്റ്